അശറത്തുൽ മുബശ്ശിരീങ്ങളായ 10 പേരുണ്ടല്ലോ. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹു പറഞ്ഞല്ലോ സഹോദരങ്ങളെ, അബൂബക്കർ തങ്ങളെ പേര് കേൾക്കുമ്പോ എന്തിനാ മുസ്ലിം ചെറുപ്പക്കാരാ റളിയല്ലാഹു അൻഹു പറയാൻ മടിക്കുന്നത്? സഹോദരങ്ങളെ, അല്ലാഹു അവരെ പറ്റി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അശറത്തുൽ മുബശ്ശിരീങ്ങളെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൂമുഖത്ത് അതരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന അറിവുകളെ പിറക്കിയെടുക്കാൻ ശ്രദ്ധയോടെ, പരീക്ഷയോടെ, ജിജ്ഞാസയോടെ കാത്തിരുന്ന നക്ഷത്രതുല്യരായ സഹാബത്തിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താണ്? അല്ലാഹു പറഞ്ഞതെന്താണ്? റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും. ആരാണ് സഹോദരങ്ങളെ? അവര് സാബിഖീങ്ങളാണ്, സാബിഖീങ്ങളാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇനി മധ്യവർത്തികൾ ആരെന്നറിയോ? ഈ അശറത്തുൽ മുബശ്ശിരീങ്ങളല്ലാത്ത റസൂലുള്ളാഹിന്റെ പാഠ പിൻപറ്റിയ സഹാബത്താണ്, മറ്റ് സഹാബാക്കളാണ്. എന്നാൽ ഉമ്മ, ഈ ലാലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അക്രമികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, ഉഖബ, പൊന്നുമോനെ ഉഖബ, മസലി ഫമസലുകും മസലി വമസലുകും യാ ഉഖബ. എന്നെയും നിന്നെയും പോലുള്ള ഹതഭാഗ്യരാണ് ഉഖബ, ലാലിമീങ്ങള്. അത് വിനയത്തിന്റെ മറുപടിയാണ് ചെറുപ്പക്കാരാ, അത് അഹങ്കാരത്തിന്റെ മറുപടിയല്ല, അത് വിനയത്തിന്റെ മറുപടിയാ. ഇന്നാരാണ് നാട്ടിലെ ഏറ്റവും നല്ലവനെന്ന് ചോദിച്ചാൽ പെങ്ങളെ നീ പറയും നിന്റെ കെട്ടിയോനാണെന്ന്. നിങ്ങളോട് ചോദിക്കുന്ന നാട്ടിലെ ഏറ്റവും നല്ല പെണ്ണേടാണ്? എന്റെ ചെറുപ്പക്കാര് പറയും ഉസ്താദേ എന്റെ ഭാര്യ തന്നെയാണ്. അവൾ ഒരു വഖത്ത് മുടക്കൂല, അവളൊരു പേജ് ഖുർആൻ ഓതാതെ കിടക്കൂല, അവളൊരു സദഖ ചെയ്യാത്ത ദിവസമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയും സ്വന്തമായി ഞങ്ങളാണ് വലിയവരെന്ന് അവകാശപ്പെടുമ്പോ സഹോദരങ്ങളെ, ആയിഷ ബീവി പറയുന്നു, സാബിഖ് എന്ന് പറഞ്ഞാൽ അശറത്തുൽ മുബശ്ശിരീങ്ങളാണ്. അതിൽ താഴെയുള്ള വിഭാഗം മറ്റ് സഹാബത്താണ്. അതിലും ഏറ്റവും താഴെയുള്ള തരം തിരിക്കപ്പെട്ടതിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവര് എന്നെയും നിന്നെയും പോലുള്ളവരാണ്. സഹോദരങ്ങളെ ചിന്തിക്കണേ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആമുഖമായി പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അവകാശികളായ ഉമ്മത്ത് മുഹമ്മദ് 3 തരംതിരിക്കപ്പെടുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 വിഭാഗത്തിൽ ആശ്വസിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ 3 വിഭാഗത്തിന്റെയും അടയാളം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാ. മദീന പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ ഓതുകയാ. ഒരു സൂര്യ വീണാൽ കേൾക്കുന്ന നിശബ്ദതയാണ്. ആരും തലതിരിക്കുന്നില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നില്ല, ചരിക്കുന്നില്ല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല മദീനത്തെ മിമ്പറിൽ നിന്ന് ഖുതുബ ഓതുകയാ. എന്നിട്ട് ഈ ആയത്ത് അങ്ങോട്ട് ഓതിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, സഹാബത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ, സഹാബത്തെ ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഓതിയിട്ട് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. സഹാബത്ത് എല്ലാവരും ശ്രദ്ധയോടെ, പ്രതീക്ഷയോടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് സഹാബത്തിന്റെ 2000-ഓളം വരുന്ന കാതുകള് അപ്പൊ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 2 ചുണ്ടുകളിലേക്കാണ്. 1000-ഓളം വരുന്ന സഹാബത്തിന്റെ 2000-ഓളം വരുന്ന കണ്ണുകള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുല്ലുഹും ഫിൽ ജന്ന. ഈ 3 വിഭാഗവും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ്. കൈകൊണ്ടു തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ ആ സുഖലോലുപ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് മഹാനായ പ്രവാചകന് പറഞ്ഞുവെന്ന് മദീനത്തെ മിമ്പറിനെ സാക്ഷ്യപ്പെടുത്തി, സഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം. രക്ഷപ്പെട്ടില്ലേ സഹോദരങ്ങളെ? അക്രമിയാണെങ്കിലും അൽഹംദുലില്ലാഹ്, മധ്യവർത്തിയാണെങ്കിലും അൽഹംദുലില്ലാഹ്, മുന്നേറിയവനാണെങ്കിലും എപ്പോഴെങ്കിലും സ്വർഗ്ഗത്തിൽ കയറും. അപ്പൊ നമ്മൾ ഏതിലാണെന്ന് മാത്രം തിരഞ്ഞെടുത്താൽ മതി. ആശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ സ്വർഗം എത്തുന്നതിന് മുമ്പ് ചില സ്ഥലങ്ങളുണ്ടല്ലോ. സ്വർഗം നേരെ അങ്ങ് സ്വർഗത്തിൽ പോകൂലല്ലോ. സ്വർഗത്തിൽ അള്ളാഹു കൊണ്ടുപോകുന്നതിന് മുമ്പ് ചില നടപടിക്രമങ്ങളൊക്കെ അള്ളാഹ്ക്കില്ലേ? ആ നടപടിക്രമങ്ങളിൽ പെട്ടതാണ് മ്യാൻമറിൽ പിടഞ്ഞു വീഴുന്ന 10,000-കണക്കിന് മുസ്ലിം കുഞ്ഞുങ്ങൾ.
അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ സ്വർഗം നേരിട്ട് അള്ളാഹു കൊടുക്കുന്നില്ല. അവരുടെ ശരീരം ചരച്ചരക്കപ്പെട്ടിട്ട് വേണം അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കാൻ. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ ആങ് സാങ് സൂചി എന്ന് പറയുന്ന വനിത ഈ സദസ്സിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മാടവന ഉസ്താദിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ മുറ്റത്ത് നിന്ന് നമുക്ക് പറയാനുള്ളത്, സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ ആങ് സാങ് സൂചി എന്ന് പറയുന്ന ആ വനിത, മ്യാൻമറിലെ വനിത, അവർക്ക് കിട്ടിയ സമാധാനത്തിന്റെ നോബൽ സമ്മാനം തന്നവർക്ക് തിരിച്ചു കൊടുത്ത് ആ നോബൽ സമ്മാനത്തോട് നീതി പുലർത്തണമെന്നാ പറയാനുള്ളത്. ഇന്ന് മലയാള മണ്ണിലെ ഏറ്റവും വൃത്തികെട്ട മുത്തശ്ശി പത്രമായ മാതൃഭൂമി മ്യാൻമറിലെ റോഹിംഗ്യൻ തീവ്രവാദികൾ എന്നെഴുതി. ഇന്നത്തെ പത്രം എടുത്ത് പരിശോധിച്ചു നോക്ക്. മാതൃഭൂമി റോഹിംഗ്യൻ തീവ്രവാദികൾ എന്നെഴുതി. ആരെ പറ്റിയാണ്? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പെടഞ്ഞു വീണപ്പോൾ ആ പൊന്നുമോളുടെ കബന്ധമെടുത്ത് കയ്യിൽ വെച്ചിട്ട് ആ പെടഞ്ഞു വീണ പൊന്നുമോളുടെ പൂമുഖത്തൊരു ചുംബനം കൊടുക്കാൻ കഴിയാതെ ആ പൊന്നുമോളുടെ തല കാണാനില്ലാത്തതിന്റെ പേരിൽ കയ്യിലെടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന കബന്ധത്തിലേക്ക് നോക്കി പൊട്ടിക്കരയുന്ന പിതാവ്, തൊട്ടപ്പുറത്ത് ആ പിതാവിന്റെ അനുജന് ആ പൊന്നുമോളുടെ തലയുമായി കടന്നു വരുന്നു. പാവപ്പെട്ട 4 വയസ്സുള്ള പൊന്നുമോനെ, ആ പൊന്നുമോനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് കയ്യിലും കാലിലും വയറിലും കഴുത്തിലും കണ്ണിലുമൊക്കെ ആണിയടിച്ചിട്ട് തറച്ചു നിർത്തിയിരിക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. വെട്ടി നുറുക്കപ്പെടുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടു. എത്രയോ നൂറുകണക്കിന് പാവപ്പെട്ട മുസ്ലിം പൊന്നുമക്കളെ പുഴയിലൂടെ ഒഴുക്കി നമ്മൾ കണ്ടു. രക്തപ്പുഴ നമ്മൾ കണ്ടു. മ്യാൻമറില് അത് ചോദിക്കാനും പറയാനും ഒരു തുള്ളി കണ്ണുനീര് ഈ പറയുന്ന ആങ് സാങ് സൂചിയുടെ കണ്ണുനീരിൽ നിന്ന് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ പേരിലാണ്. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ പേരില്ല. അതിനു മുമ്പുള്ള ചില നടപടി ക്രമങ്ങളാണ് അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷകൾ, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങൾ. നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ആയിരിക്കും തരിക. മനസ്സിന് വല്ലാത്ത ടെൻഷൻ ആയിരിക്കും തരിക, അല്ലെങ്കിൽ ശരീരത്തിന് അനാരോഗ്യമായിരിക്കും അള്ളാഹു തരിക, അല്ലെങ്കിൽ ദാരിദ്ര്യമായിരിക്കും അള്ളാഹു തരിക, അല്ലെങ്കിൽ ഭരണകൂട ഭീഷണിയായിരിക്കും അള്ളാഹു തരിക, അല്ലെങ്കിൽ നാടിന്റെ നാനാഭാഗത്ത് നിന്ന് നമ്മളെ തകർത്തെറിയാൻ വേണ്ടി വരുന്ന ശത്രുക്കളുടെ പേവിളികളായിരിക്കും നമുക്ക് അള്ളാഹു തരുന്നത്. ഏതായിരുന്നാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, എന്റെ മുസ്ലിം സഹോദരങ്ങളെ, നമ്മൾ രക്ഷപ്പെട്ടവരാണ്, നമ്മൾ മോശക്കാരല്ല. നമ്മൾ എന്നെങ്കിലും ഒരു ദിവസം ശാശ്വതമായ സ്വർഗത്തിൽ നമ്മൾ എത്തപ്പെടും. അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പടച്ചതമ്പുരാൻ ഒരുമിച്ച് കൂട്ടട്ടെ എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ 3 വിഭാഗം ആളുകളുടെയും അടയാളം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ്, ഈ 3 വിഭാഗവും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവരെ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാം. 2 മണിക്കൂറാകുമ്പോൾ ഇൻഷാ അല്ലാഹ് 11 മണിക്ക് 1 മണിക്കൂറായി. ഇനി നമുക്ക് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഈ 3 വിഭാഗം ആളുകളുടെ അടയാളങ്ങൾ, ഈ അടയാളങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, പടച്ചോനെ ഞാൻ ഈ വിഭാഗത്തിലാണല്ലോ. 2ാമത്തെ 3ാമത്തെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഉസ്താദേ, ഞാൻ 1ാമത്തതിലായി. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, 1ാമത്തെ വിഭാഗത്തെ പറയുമ്പോൾ തന്നെ ഞാനതിൽ പെടും. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. 1ാമത്തെ വിഭാഗമാരാ? ഖുർആനിന്റെ അവകാശികൾ നമ്മളൊക്കെയാണ്. പക്ഷെ നമ്മൾ തന്നെ 3ആയി തരംതിരിക്കപ്പെടുമെന്ന് പറഞ്ഞത് ഖുർആൻ തന്നെയാണ്. ഈ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു 3 വിഭാഗം. അതിൽ 1ാമത്തെ വിഭാഗം അള്ളാഹു പറഞ്ഞു, ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അവർ അക്രമകാരികളാണ്. എന്തക്രമമാണ് സഹോദരങ്ങളെ ഇത് കേട്ടുകൊണ്ട് ഖുർആനിന്റെ അവകാശികൾ അക്രമകാരികളാണെന്ന് കരുതണ്ട. അക്രമകാരികൾ എന്ന് പറഞ്ഞാൽ നാട്ടിൽ അക്രമം ഉണ്ടാക്കുന്നവരല്ല, നാട്ടിലെ സമൂഹത്തിൽ അക്രമം ഉണ്ടാക്കുന്നവരെന്നല്ല. പിന്നെയോ അക്രമികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിക്കുന്നവരാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളൊക്കെ ഇപ്പൊ മദ്യപിക്കാൻ തീരുമാനിച്ചു, നമ്മളൊക്കെ വ്യഭിചരിക്കാൻ തീരുമാനിച്ചു, നമ്മളൊക്കെ പലിശ വാങ്ങാൻ തീരുമാനിച്ചു, നമ്മളൊക്കെ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറപ്പ് ചാടിയിട്ട് മോശപ്പെട്ട ജീവിതം നയിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് വല്ല പോറലും ഉണ്ടോ? റബ്ബിന്റെ ഏതെങ്കിലും അവന്റെ സിഫത്തുകൾക്കോ അവന്റെ അഫ്ആലുകൾക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഒരു പ്രശ്നവും അള്ളാഹ്ക്കില്ല. നമ്മളിപ്പം ലോകത്തുള്ള ഇന്ത്യയിലെ മോഡിയും അമേരിക്കയിലെ ട്രംപും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയും ഒക്കെ തീരുമാനമെടുത്തു, ഇനി ഈ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഒറ്റ മുസ്ലിമും വേണ്ട. എല്ലാവരും കള്ളു കുടിക്കട്ടെ, എല്ലാവരും പെണ്ണു പിടിക്കട്ടെ, എല്ലാവരും പലിശ വാങ്ങട്ടെ, എല്ലാവരും അക്രമകാരികളാകട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സാക്ഷി, പടച്ച തമ്പുരാന് ഒരു ഡോട്ട്, ഒരു കുത്ത്, ഒരു സ്ക്രാച്ച് അള്ളാഹ്ക്ക് വരൂല. ഒന്നും അള്ളാഹ്ക്കില്ല. ഇനി അല്ലെങ്കിൽ നേരെ തിരിച്ചൊന്ന് ചിന്തിക്കും,
കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ, അങ്ങനെ മനസ്സിലാക്കിയിട്ട് പലരും തിരികെ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മളെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ലോകത്തുള്ള എല്ലാവരും മുസ്ലിമായി. എല്ലാ നാട്ടിലും പള്ളികൾ, എല്ലാ നാട്ടിലും അറബി കോളേജുകൾ, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എന്നാൽ അള്ളാഹുവിന് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവുമോ? ഒന്നുമില്ല. അള്ളാഹു ഗനിയാണ്, അവൻ സമ്പന്നനാണ്, അവൻ നിരാശ്രയനാണ്, അവൻ ഒന്നിന്റെയും ആവശ്യമില്ല. നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് കൊള്ളാം, നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് കൊള്ളാം നാളെ റബ്ബിന്റെ അടുത്ത് നിന്ന്. അപ്പൊ നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ നമുക്കാണ് അക്രമം ചെയ്യുന്നത്. നമ്മൾ കള്ള കുടിച്ചാൽ നമുക്കാണ് പ്രശ്നം. നമ്മൾ പലിശ വാങ്ങിയാൽ അത് നമ്മളോടുള്ള അക്രമമാണ്. അള്ളാഹ്ക്കൊന്നുമില്ല, കെട്ടിയോക്കൊന്നുമില്ല, മക്കൾക്കൊന്നുമില്ല, പള്ളിക്കാർക്കൊന്നുമില്ല, ഒന്നുമില്ല. സഹോദരിമാരെ, നിങ്ങൾ ഈ കാലത്ത് നടക്കുന്ന, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ടും അതൊന്നും കാണാത്ത രീതിയിൽ കണ്ണിക്കണ്ടവന്റെ കൈ പിടിച്ചിട്ട് പർദ്ദധാരികൾ ഒളിച്ചോടാൻ നിന്നാൽ നമ്മുടെ സമുദായത്തിന് ഒരു നാണക്കേടുമില്ല. അങ്ങനെ ആരും കരുതണ്ട. അള്ളാഹ്ക്ക് ഒരു വിഷമവും ഇല്ല. മോള് പോയ വിഷമം വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവും, മഹല്ലിന് ഒരു ചീത്തപ്പേരുണ്ടാകും എന്നതിനപ്പുറം അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും. പക്ഷേ നീ തന്നെയാണ് നാളെ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് അക്രമം എന്ന് പറഞ്ഞാൽ നാട്ടിൽ അക്രമം ഉണ്ടാക്കുമെന്നല്ല അർത്ഥം. മറിച്ച് അവനോട് തന്നെ അക്രമം കാണിക്കുകയാണ്. അവരുടെ അടയാളം മുഫസ്സിരീങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് അവരുടെ അടയാളം എന്നറിയുമോ? ആ അടയാളം ഞാൻ പറഞ്ഞു തരാം സഹോദരങ്ങളെ. വിശദീകരണങ്ങളില്ലാതെ, വിശദാംശമില്ലാതെ ഹ്രസ്വമായ രീതിയിൽ അതിന്റെ അടയാളങ്ങൾ പറയുകയാണ്. ഈ അടയാളങ്ങൾ ജീവിതത്തിലുള്ളവർ ഭയപ്പെടണേ, സൂക്ഷിക്കണേ. ഖുർആനിന്റെ അഹ്ലുകാരിലെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവനാണ്. അതിൽ ഒന്നാമത്തെ അടയാളം പറയട്ടെ സഹോദരങ്ങളെ. ഞാനും നിങ്ങളും അതിൽ ഉൾപ്പെട്ടു പോയാൽ പടച്ചതമ്പുരാനെ സാക്ഷിയാക്കിയിട്ട് അള്ളാന്റെ മുന്നിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മാറാൻ തീരുമാനിക്കണേ. ഒന്നാമത്തെ അടയാളം ഏതെന്നറിയോ? അൽ മുഫർരിതു ഫീ ഫിഅലി ബഅദിൽ വാജിബാത്ത്. അള്ളാഹു നിർബന്ധമാക്കിയ ചില ഫർളുകൾ നമ്മൾ ഉപേക്ഷിക്കുമെന്നാണ് സഹോദരങ്ങളെ. ചില ഫർളുകൾ ഉപേക്ഷിക്കുമെന്നാണ്. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാണ്. മുടിക്കൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, അതാണ് വിജയം, അതാണ് വിജയം, അതാണ് വിജയം എന്ന് പറഞ്ഞു പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ നാദം കേൾക്കുമ്പോ സഹോദരങ്ങളെ സടകുടഞ്ഞെഴുന്നേറ്റ് പള്ളിയിൽ വന്ന് നിസ്കാരം നിർവഹിക്കുന്നവനാണ്. അവന് റമളാനിന്റെ പിറ കണ്ടു എന്ന വാർത്ത കാണുമ്പോൾ ഉടൻ തന്നെ നോമ്പിന് നിയ്യത്തെടുത്തുകൊണ്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുന്നവനാണ്. ഹജ്ജ് എത്രയോ ചെയ്തിട്ടുണ്ട്, ഉംറ എത്രയോ ചെയ്യുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ട ഒരു സഹോദരന് വിഷം നൊട്ടിയ വയറുമായി കഴിയുമ്പോ, പാവപ്പെട്ട ഒരു സഹോദരന്റെ വീട് അടുപ്പിന് തീ പുകയാതെ കഴിയുമ്പോ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചേക്കാൻ പ്രായമെത്തിയിട്ട് മാതാപിതാക്കളെ കണ്ണീരും കയ്യുമായിരിക്കുമ്പോ അവന്റെ സമ്പത്തിൽ നിന്ന് 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി വീതിച്ചു കൊടുക്കാൻ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നിട്ട് ഇല്ല, ഞാനത് കൊടുക്കില്ല, എന്റെ സമ്പത്ത് ഞാൻ അധ്വാനിച്ചതാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് നിസ്കാരമുള്ളവനാണ്, നോമ്പുള്ളവനാണ്, ഹജ്ജിന് പോയവനാണ്. പക്ഷേ പാവങ്ങളെ സഹായിക്കാത്തവനെ, സകാത്ത് കൊടുക്കാത്തവനെ, നീ നിന്നോട് തന്നെ അക്രമം കാണിച്ചവനാണെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലെങ്കിൽ പോട്ടെ, സദഖയൊക്കെ കൊടുക്കും, ധർമ്മങ്ങളൊക്കെ ചെയ്യും, ഹജ്ജിനും പോയിട്ടുണ്ട്, നോമ്പൊക്കെ പിടിക്കും, വയറ് കുറയുമല്ലോ, നോമ്പൊക്കെ പിടിക്കും, വലിയ ശാരീരികമായി നേട്ടമുണ്ടല്ലോ. പക്ഷേ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നൊന്ന് സുജൂദ് ചെയ്യാ അവനും മടിയാണ്. ഇങ്ങനെ കാണിക്കുന്ന സഹോദരങ്ങളുണ്ട്. ചിലരുണ്ട് നിസ്കരിക്കും, സകാത്ത് കൊടുക്കും, ഹജ്ജിനും പോകും, പക്ഷേ എന്നെ കൊണ്ട് പട്ടിണി കിടക്കാൻ പറ്റൂല, എനിക്ക് പട്ടിണി മാത്രം പറ്റൂല എന്ന് പറഞ്ഞ് കഴുതയെ പോലെ തിന്ന് നടക്കുന്ന എത്രയോ ആളുകൾ സമുദായത്തിലുണ്ട്. പകല നേരങ്ങളില് കടകമ്പോളങ്ങളിൽ വന്ന് ആഹാരം കഴിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് അല്ലേ? അപ്പൊ ചില ഫർളുകൾ അവർക്ക് ചെയ്യാൻ മടിയാണ്. അവരാരാ? അക്രമകാരികളാണ്. നമ്മൾ വേറെ എങ്ങും പോണ്ട. ഉദാഹരണം, നമ്മളെ തെറ്റ ഒന്ന് ചിന്തിച്ചാൽ മതി. ചില ഫർളുകൾ ഉപേക്ഷിക്കാൻ നമുക്കൊരു മടിയില്ല, നമുക്കൊരു വൈമനസ്യമില്ല, നമുക്കൊരു സങ്കടമില്ല, നമുക്കൊരു പേടിയില്ല. നമ്മൾ ഉപേക്ഷിക്കുന്നു ചില കാര്യങ്ങൾ. അത് അക്രമിയുടെ ഒന്നാമത്തെ അടയാളം. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ അടയാളം
അൽ മുർതകിബു ലി ബഅദിൽ മുഹറമാത്, അല്ലാഹു ഹറാമാക്കിയ പ്രവർത്തനങ്ങളിൽ ചിലതൊക്കെ ചെയ്യുന്നവനാണ്. കള്ളുകുടി എന്ന് കേൾക്കുമ്പോ വിറച്ചു പോകും. പടച്ചവനെ, ഒരു തുള്ളി മദ്യമ തൊണ്ടക്കൊടികളെ ചെന്ന നാളെ എന്റെ ഹബീബെന്നെ തിരിഞ്ഞു നോക്കില്ലല്ലോ. എനിക്ക് എന്റെ റസൂലുള്ളാന്റെ തിരുമുഖമെന്ന് കാണാൻ കഴിയില്ലല്ലോ അല്ലാ. അതുകൊണ്ട് ഞാൻ കള്ളു കുടിക്കൂല. പടച്ചവനെ, പെണ്ണുപിടി എനിക്ക് വല്ലാത്ത അലർജിയാണ്. അത് മോശമല്ലേ, വെറുക്കപ്പെട്ടതല്ലേ? പക്ഷെ അവന്റെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ അവന്റെ വയറൊക്കെ ഇങ്ങനെ വീർത്തിട്ട് പലിശക്കാരനായിരിക്കും. അവന് പലിശ എഴുതി വാങ്ങുന്നതിൽ ഒരു മടി ഉണ്ടാവൂല. കള്ളു കുടിക്കൂല, അത് ഹറാമല്ലേ. വ്യഭിചാരം അത് ഒട്ടും പാടില്ലല്ലോ. പിന്നെ പലിശയോ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെറിയ രീതിയിലല്ലേ വാങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നെവർ മൈൻഡ് ആയിട്ട് ചില ഹറാമുകൾ ചെയ്യുന്നവനാണ് ഈ അക്രമി എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിലപ്പോൾ പലിശയോടൊക്കെ വല്ലാത്ത വെറുപ്പായിരിക്കും. 73 രീതിയാണല്ലോ, 73 ശാഖകളാണ് പലിശയ്ക്കുള്ളത്. ഏറ്റവും ചെറിയ ശാഖയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ സ്വന്തം മാതാവിനെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നവനെ പോലെയാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ സ്വന്തം ഉമ്മായുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സങ്കടം അത് സഹിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എനിക്ക് പലിശ വേണ്ട, കള്ളും വേണ്ട. കള്ള് കുടിച്ചാൽ കരളൊക്കെ ഉരുകിപ്പോകൂലേ? പക്ഷേ അവന് പെണ്ണു വീക്ക്നെസ് ആയിരിക്കും, അല്ലേ? പെണ്ണു വീക്ക്നെസ് ആയിരിക്കും. എന്നാൽ ചിലരുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, ചിലരുണ്ട് പെണ്ണുങ്ങളുടെ ഒരു നോട്ടം പോലും അവൻ അലർജിയാണ്. അവൻ പലിശയുമായി ഒരു ബന്ധവും ഇല്ല, അവനൊക്കെ അത് വേണ്ട. അവനല്ലാതെ തന്നെ ഭൂസത്ത് ഒരുപാടുണ്ട്. പക്ഷേ അല്പം കഴിക്കാതെ ഉറക്കം വരില്ല, അല്പം ഉള്ളിച്ചെല്ലാതെ ഉറക്കം വരില്ല. അപ്പൊ ഈ രീതിയിൽ ഹറാമുകളിൽ ചിലത് വാരിക്കൂട്ടുന്നവനാണ്. ഇത് രണ്ടാമത്തെ അടയാളം. ചുരുക്കി പറയട്ടെ, മൂന്നാമത്തെ അടയാളമേതാ? മൻ റജഹത് സയ്യാതുഹു അലാ ഹസനാതിഹി. നന്മതിന്മകൾ അളന്നു നോക്കുമ്പോ അവന്റെ നന്മകളൊക്കെ തിന്മ മുൻതൂക്കമുള്ളൊരാള്. അവന്റെ നന്മകളൊക്കെ തിന്മ മുൻതൂക്കമാണ്. അവൻ അക്രമിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. നാലാമത്തെ അടയാളം അറിയോ? നാലാമത്തെ അടയാളം നമ്മളൊക്കെ ഒരുപക്ഷെ ഈ പറഞ്ഞ 3 അടയാളം നമ്മളിൽ ഇല്ലെങ്കിലും ഈ പറയാൻ പോകുന്ന അടയാളം കാണും. അല്ലാഹുവിനെ വലിയ സ്നേഹമാണ്, പടച്ചോനെ വലിയ ഇഷ്ടമാണ്. അത് എന്തിനെന്നറിയോ? ലിഅജലി ദുനിയാ. അവന് ദുനിയാവിന് വേണ്ടി പടച്ചവനെ സ്നേഹിക്കുന്നവനാണ്. ഭാര്യക്കൊരു വയറിളക്കം വന്നു. പടച്ചോനെ, എന്റെ തമ്പുരാനെ, നീ കരുണാമയനാണ്, കാരുണ്യമാനാണ്, കരുണാനിധിയാണ് എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തും. ഭയങ്കര സ്നേഹമാണ്. മുടിക്കപ്പള്ളിയിൽ കൊണ്ടുവന്ന് പൈസ ഇടും. കണിക്കപ്പെട്ടിയില് മുത്തഅല്ലിമീങ്ങൾക്ക് ചെന്ന് ചാപ്പാട് വാങ്ങിക്കൊടുക്കും. അതുപോലെ തന്നെ പെണ്ണിനെ കെട്ടിക്കാൻ കുറച്ച് പൈസ കൊടുക്കും. മക്കൾക്കൊരു അസുഖം വന്നാൽ അങ്ങനാണ്. മത്സരിക്കാൻ പോവാണ്, പിന്നെ അങ്ങോട്ട് നിസ്കാരം തുടങ്ങും, പിന്നെ അങ്ങോട്ട് നിസ്കാരമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് വിജയം ഉണ്ടാകണം. അതിന് പടച്ചോരൊന്ന് സ്വാപ്പിട്ടെടുക്കേണ്ട കാര്യമുണ്ട്. മഴയില്ല, മഴവെള്ളം കിട്ടുന്നില്ല, അതുകൊണ്ട് പള്ളിയിൽ വരുന്നു. മഴ ലഭിച്ചു, പിറ്റേന്ന് പള്ളിയിൽ വരുന്നില്ല. എന്താ കാക്ക പള്ളി വരാത്തത്? തലേ ദിവസം ഇശാക്ക് പള്ളിയിൽ വന്നവനാണ്, തലേ ദിവസം ഇശാക്ക് പള്ളിയിലെത്തിയവനാണ്. ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ. പക്ഷേ നേരം വെളുത്തപ്പോൾ മഴ തകൃതിയായി പെയ്തപ്പോൾ നേരം വെളുത്തപ്പോൾ അവനെ പള്ളിയിലില്ല. കാരണം അത് മഴയായതുകൊണ്ട് വരുന്നില്ലെന്ന പരാതി. എൻ്റെ സഹോദരങ്ങളെ, അപ്പൊ റബ്ബിനെ സ്നേഹിക്കുന്നതൊക്കെ എന്തിനു വേണ്ടി കിട്ടാൻ? അവന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി കിട്ടാൻ. ഈ അടയാളങ്ങളുള്ള ലാലിമെന്ന് പറയുന്ന നമ്മളൊക്കെ അതിലല്ലേ സഹോദരങ്ങളെ? പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ വിഭാഗം നാളെ അഭിമുഖീകരിക്കുന്ന വേദനാജനകമായ സംഗതി എന്ന് പറഞ്ഞാൽ, പതയ്ക്കുന്ന ഒരു മൈതാനിയിൽ കൂട്ടുന്നതാ വർഷം 180,000 നിൽക്കേണ്ടതാ. പതയ്ക്കുന്ന ഒരു മൈതാനിയിൽ കൂട്ടുന്നതാ വർഷം 180,000 നിൽക്കേണ്ടതാ. അല്ലാഹുവേ, ഈ വിഭാഗത്തിന് നാളെ പരലോകത്ത് അല്ലാഹു ചെയ്യുന്നതെന്തെന്നറിയോ? യുഹാസബൂന ഫീ തൂലിൽ മഹ്ശരി. അല്ലാഹു മഹ്ശറ വൻസഭ എന്ന് പറയുന്ന ഒരു മുകളിൽ കപ്പിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറ വൻസഭ. ആ മഹ്ശറയിൽ അവനെ 50,000 വർഷം അല്ലാഹു നിർത്തി പൊരിക്കുമെന്ന് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ.
50,000 വർഷം അവനെ അള്ളാഹു മഹ്ശറിൽ നിർത്തിയിട്ട് അവനെ സങ്കടപ്പെടുത്തി ഊരിച്ച് അവനെ ഒരു ചുവട് മുമ്പോട്ട് വെക്കാൻ അനുവദിക്കാതെ അവസാനം അവൻ പറഞ്ഞു പോകും, അള്ളാഹുവേ നീ എനിക്ക് നരകം തന്നാലും കുഴപ്പമില്ല, ഇവിടെ നിൽക്കാൻ വയ്യ, ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ആ ഒരു അവസ്ഥയിൽ അള്ളാഹു നിർത്തിപ്പൊരിക്കും. അവസാനം എന്ത് ചെയ്യുമെന്നറിയോ? അള്ളാഹു അവനെ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടും. ചിലപ്പോ അവൻ ചെയ്ത തിന്മകൾക്ക് നരകത്തിൽ ശിക്ഷ അനുഭവിച്ചിട്ടാവും അവ സ്വർഗത്തിൽ വരിക. എങ്കിലും അൽഹംദുലില്ലാ അവൻ സ്വർഗത്തിലേക്ക് കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമ്മളെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ അവൻ്റെ അനുഗ്രഹീത സ്വർഗം 2 കൈനീട്ടി വാങ്ങാൻ. നമ്മുടെ കൈകൾക്കൊന്നും അതിനുള്ള യോഗ്യതയില്ല ചെറുപ്പക്കാരെ. നമ്മുടെ കൈകളൊന്നും അത്രയും പാപപങ്കിലമല്ല, നമ്മുടെ പാപരഹിതമല്ല നമ്മുടെ കരങ്ങൾ. നമ്മുടെ ഹൃദയവും നമ്മുടെ കരങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളും ഒക്കെ പാപത്തിൻ്റെ കറകൾ പുരണ്ടതാണ്. ചോദിക്കാനും നമുക്ക് അർഹതയില്ല, യോഗ്യതയില്ല. പക്ഷേ നമുക്ക് നരകം താങ്ങാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മളെ അള്ളാഹു ഒരു സമയത്ത് നേരെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് സ്വർഗം നമുക്ക് അള്ളാഹു സമ്മാനമായി തരുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം സമയമായില്ലല്ലോ, ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. കാരണം ഇതിപ്പോൾ ഈ സദസ്സിനെ നമുക്ക് കാണാൻ പറ്റാത്ത നല്ല രീതിയിൽ സദസ്സിനെ ഒന്ന് കണ്ട് പെണ്ണുങ്ങൾക്ക് പറ്റിയ വേദിയ അൽഹംദുലില്ലാ. ചിലത് പെണ്ണുങ്ങൾ നേരെ മുമ്പിൽ വന്നിരിക്കും, വായി നോക്കി ഇങ്ങനെ ഇരിക്കും. ആക്ഷേപിക്കുന്നതല്ല, കാരണം ഇത് ഒരു നല്ല ഒരു മജ്ലിസാണ്. അതൊരു സ്ത്രീകളെ ഒതുക്കേണ്ട സ്ഥലത്തേക്ക് അവരെ ഒതുക്കിയിരുത്തിയിട്ട് അവർക്ക് നല്ല പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുത്ത് അവരെ ഒതുക്കി അവർക്ക് ഭംഗിയായി അവർക്കിരുന്ന് പ്രസംഗം കേൾക്കാൻ പറ്റുന്ന സദസ്സ്. പക്ഷേ പുരുഷന്മാരുടെ ആ പ്രതികരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അവിടെയൊക്കെ ഇരുട്ടായിട്ട് അനുഭവപ്പെടുകയാണ്. പിന്നെ ചിലരുടെയൊക്കെ മുഖം ഇങ്ങനെ കാണാം. ചിലർ മയങ്ങുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം എനിക്കില്ലാതെയുമില്ല. ജീവിതത്തിൽ അമല് ചെയ്യാൻ ഇന്നിപ്പോ പ്രഭാഷകർക്ക് കുറവൊന്നുമില്ല, പ്രഭാഷണം സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് കുറവില്ല, പ്രഭാഷണം ശ്രവിക്കുവാനെത്തുന്ന അനുവാചകർക്ക് ശ്രോതാക്കൾക്ക് കുറവൊന്നുമില്ല. പക്ഷെ കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രഭാഷകൻ പ്രഭാഷണം നടത്തി പോകും, സംഘാടകർ സംഘടിപ്പിച്ചിട്ട് കണക്കവതരിപ്പിച്ച് അവര് പോകും, പ്രഭാഷണം കേട്ടവര് അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരും പോകും. പക്ഷേ പ്രസംഗം കൊണ്ട് ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നുണ്ടോ എന്ന ഒരു സംശയത്തിന്റെ മധ്യേ ഈ മുടിക്കൽ പള്ളിയുടെ മുറ്റത്തൊരുമിച്ചുകൂടി നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കാനുള്ള വിഷയം. അപ്പൊ അതുകൊണ്ട് ഏതായിരുന്നാലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുന്നവർ അവർ ഈ 4 അടയാളമുള്ളവരാണ്. അവരെ അള്ളാഹു പൊരിക്കും, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ വിഭാഗം, അവരും ഖുർആന്റെ ആളാണ്, അവർ ഖുർആനിന്റെ അവകാശികളാണ്. നമ്മൾ എഴുത്തള്ളരുത്, നമ്മൾ എഴുത്തരുത്. നമ്മളിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ വരാ, പോടാ നീ നരകത്തിന്റെ അവകാശിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ചിലര്, നിങ്ങൾക്കറിയ ഒരു ഹദീസ് അള്ളാന്റെ റസൂല് പറഞ്ഞു, വൈലുൽ ലിൽ മുതഅല്ലീന മിൻ ഉമ്മത്തി, നബി മുഹമ്മദ് മുസ്തഫ. വൈലുൽ ലിൽ മുതഅല്ലീന മിൻ ഉമ്മത്തി, സംഘടനാ സങ്കുചിതത്വമുള്ളവർ കേട്ടുകൊള്ളുക. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലാണ് ഞാനും നിങ്ങളും അഭിമാനം കൊള്ളുന്നതെങ്കിൽ അതേ പ്രവാചകൻ പറഞ്ഞു, വൈലുൽ ലിൽ മുതഅല്ലീന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തുകളിൽ നിന്നുള്ള മുത്തഅല്ലീങ്ങൾ നരകത്തിലാണ്. ആരാ മുത്തഅല്ലീങ്ങൾ? മുത്തഅല്ലിമീങ്ങളല്ല, അവർ പിന്നെ നേരെ സ്വർഗത്തിലേക്കാണല്ലോ. മുത്തഅല്ലീങ്ങൾ എന്ന് പറഞ്ഞാൽ ഐ യഖൂൽ ഫുലാനും ഫിന്നാർ ഫുലാനും ഫിന്നാർ ഫുലാനും ഫിന്നാർ. ആരാണെന്നറിയോ? അവര ഒരു വിഭാഗം ആളുകളാണ്. അവര് നാട്ടിലിറങ്ങിയിട്ട് പറയും, അവൻ നരകത്തിലാണ്, ഇവൻ നരകത്തിലാണ്, മറ്റോ നരകത്തിലാണ്, അവന്റെ ഉപ്പാപ്പ നരകത്തിലാണ്. ആദ്യം ഇവൻ നരകത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, പിന്നെ അവന്മാരൊക്കെ പോകും. അപ്പോ നമ്മൾ ആരെ നരകത്തിലാക്കണ്ട. നരകത്തില് ഒരു പക്ഷേ പ്രവേശിക്കപ്പെടേണ്ടി വന്നാൽ അവനെ അള്ളാഹു സ്വർഗത്തിൽ കൊണ്ടുപോകും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവർ അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവർ അതാണ് സഹോദരങ്ങളെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ പവർ അതാണ്. അതുകൊണ്ട് മുടങ്ങാതെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. രണ്ടാമത്തെ വിഭാഗത്തെ അല്ല പറഞ്ഞതെന്താണ്? പടച്ചതമ്പുരാന് രണ്ടാമത്തെ വിഭാഗത്തെ പറ്റിയിട്ട് പറയുകയാണ്. സഹോദരങ്ങളെ, ആരാണ് മുഖ്തസീദുൻ? അവനെ മധ്യവർത്തിയാണ്. അവന്റെ അടയാളം കൂടെ പറയട്ടെ. ഒരുപക്ഷെ ഈ സരസിരിക്കുന്നതിന് സിംഹഭാഗവും ഈ വിഭാഗക്കാരായിരിക്കാം. അവരാരാണെന്നറിയോ? അൽ മുഅദ്ദിലിൽ വാജിബാ, അവര് ഫർളുകളൊക്കെ മുടങ്ങാതെ ചെയ്യുന്നവരാണ്. അവരൊരു ഫർളും വിടില്ല, അവർ എല്ലാ ഫർളും അവരെടുക്കുന്നവരാണ്. പക്ഷേ വയതുറുകുൽ മുസ്തഹബ്ബാ,
അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാൻ പറഞ്ഞ ഐച്ഛികമായ ഇബാദത്തുണ്ടല്ലോ, ആ ഇബാദത്തുകളെ ഒഴിവാക്കുന്നവരാണ്. പള്ളിയിൽ വരും, നിസ്കരിക്കും, പക്ഷേ അതിനു മുമ്പുള്ള സുന്നത്ത് ശേഷമുള്ള സുന്നത്ത് എടുക്കുകയില്ല. സഹോദരങ്ങളെ, ഇബാദത്തൊക്കെ ഉണ്ട്, പക്ഷെ ദാടിയില്ല. ഇബാദത്തൊക്കെ ഉണ്ട്, തലയിൽ തൊപ്പിയില്ല. ചോദിക്കുമ്പോ പറയുന്നു മദീനയിലെന്ന് തൊപ്പി വെച്ചത്, മദീനയിൽ തലമറച്ചത് അന്ന് പ്രാവ് കാട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലും. അങ്ങനെയാണ് ഇപ്പൊ ചിലർക്കൊക്കെ വഹി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്, വഹി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ചിലർക്കൊക്കെ. ഞാൻ ഒന്നും പറയുന്നില്ല. ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ഫർളുകളും അവർ ചെയ്യും, ഒന്നും ഒഴിവാക്കൂല. പക്ഷെ സുന്നത്ത് അവരെടുക്കുകയില്ല. സുന്നത്ത് ഒഴിവാക്കും. ദാടി വെക്കാത്ത എന്താണ്? അത് സുന്നത്തല്ലേ ഉള്ളൂ, അത് എടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? സുന്നത്തല്ലേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, വ്യോമയാന മന്ത്രാലയത്തിന്റെ നിയമം വന്നു. എന്താണ്? കരസേനയിലും വ്യോമസേനയിലുമൊക്കെ ദാടി മുസ്ലിമീങ്ങൾ ദാടി നിർബന്ധമായും പഠിക്കണമെന്ന തീരുമാനം വന്നു. സുപ്രീം കോർട്ടിന്റെ വിധിയാണ്. ആ വിധി വന്നപ്പോൾ അപ്പീല് പോയി. ആ സമയത്ത് അതിന് പ്രതിഭാഗം വക്കീല് ശക്തമായി വാദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത്, മറുഭാഗം പറഞ്ഞത്, മുസ്ലിമീങ്ങൾക്ക് ദാടി വെക്കൽ നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെയാണ്. അതിനെന്താ തെളിവ് പറഞ്ഞത്? മുസ്ലിമീങ്ങളിൽ എത്രയോ ആളുകൾക്ക് ദാടിയില്ല. എത്രയോ മന്ത്രിമാർ, എത്രയോ MLA-മാര് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ ദാടി വെക്കണ്ട എന്ന് പറഞ്ഞു. എത്രയോ ആളുകൾ കവലപ്രസംഗം നടത്തി ദാടി, എത്രയോ ആളുകളൊക്കെ ജുമാ പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിരുന്നു കുട്ടിക്കുറിച്ചു ദാടി വേണ്ട എന്ന്. അവരൊക്കെ സാംസ്കാരിക നായകന്മാരായി അവരോധിക്കപ്പെടുന്നവരാണ്. അവരൊക്കെ വലിയ പത്രധർമ്മെന്നുള്ളവരാണ്. അപ്പൊ അവരൊക്കെ മുൻനിർത്തിയിട്ട് നിയമം വന്നു, ദാടി വെക്കാൻ പാടില്ല. എന്നാൽ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് ഗുരുവായൂർ അമ്പലത്തിൽ വന്നു. ആ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറെടുക്കുമ്പോൾ അമ്പലത്തിന്റെ നിയമം വന്നു. അമ്പലത്തിന്റെ പൂജാരി നിയമം പാസാക്കി. എന്താണെന്നറിയോ? ഈ തലപ്പാവ്, അദ്ദേഹം ഒരു സിഖുകാരനാണ്, ഒരു സിംഗാണ്. അദ്ദേഹം കയറാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പറഞ്ഞു, ഇല്ല, ക്ഷേത്രാചാര പ്രകാരം ഇവിടെ എന്തു വേണം? ഇവിടെ മേൽമുണ്ടും ധരിച്ച് അരമുണ്ട് ഉടുത്തു മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ, തലപ്പാവ് പറ്റൂല. അവസാനം സിംഗിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പുറത്തു നിന്ന് അദ്ദേഹം പൂജ നടത്തി തൊഴുത് അദ്ദേഹം ക്ഷേത്രത്തിൽ ചേർച്ചേർപ്പിച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി. ആലോചിച്ചു നോക്ക്. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരവരുടെ വേഷം മാറ്റുകയില്ല. നമ്മൾ സുന്നത്തല്ലേ ഉള്ളൂ, അത് സുന്നത്തല്ലടാ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സുന്നത്തിനെ കരിവാരിട്ടേക്കുന്നവരാണ്. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ അടയാളമേതാണ്? അത്താരിഖുലിൽ മുഹറമാത്ത്. ഒരു ഹറാമും അവര് ചെയ്യൂല. അവര് കള്ള കുടിക്കില്ല, പെണ്ണു പിടിക്കില്ല, പലിശ വാങ്ങില്ല, പരദൂഷണം പറയില്ല, ഒന്നും ചെയ്യില്ല. അതിന് തോണ്ടൂല, കള്ളക്കച്ചവടം നടത്തൂല. അവര് യാതൊരു ഹറാമുകള് ചെയ്യുന്നവരല്ല. പക്ഷേ അവർക്കൊരു കുഴപ്പമുണ്ട്. അവര് കറാഹത്തുകൾ ചെയ്യുന്നവരാണ്. കറാഹത്ത് അവർ സൂക്ഷിക്കൂല, ഹറാമൊക്കെ അവർ സൂക്ഷിക്കും. ചെറിയ പാപങ്ങളുണ്ടല്ലോ, മുന്നിലോട്ട് തുപ്പുക, വലത്തോട്ട് തുപ്പുക, ഇതൊന്നും അവർ നെവർ മൈൻഡ് ആയിട്ട് കാണും. ചോദിക്കുമ്പോൾ അത് കറാഹത്തല്ലേ ഉള്ളൂ, നിന്ന് വെള്ളം കുടിക്കുക, അത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കറാഹത്തുകൾ വാരിക്കൂട്ടും, ഹറാമുകളിൽ നിന്ന് ഒളിച്ചു നിൽക്കും. ഇത് മധ്യവർത്തികളുടെ ഒരു അടയാളമാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തെ അടയാളം, അവരുടെ നന്മയും തിന്മയും അളന്നു നോക്കുമ്പോൾ സമാസമം. ഒന്നങ്ങോട്ടും കയറൂല, ഒന്നിങ്ങോട്ടും ഇറങ്ങൂല. സമാസമമാണ്. നന്മയും തിന്മയും ഒരുപോലെ നിൽക്കും. കാരണം അവർ ഫറദ് ഒഴിവാക്കുന്നില്ലല്ലോ, ഹറാം അവർ ചെയ്യുന്നുമില്ല, പിന്നെ കറാഹത്തുകൾ ചെയ്യുന്നു, സുന്നത്തുകൾ ഒഴിവാക്കുന്നു. അപ്പോൾ അവരുടെ നന്മയും തിന്മയും ഒരുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരുടെ നാലാമത്തെ അടയാളം, അവർ അല്ലാഹനെ ഇഷ്ടപ്പെടും, അവര് പടച്ചവനെ ഇഷ്ടപ്പെടും. എന്തിനാണെന്നറിയോ? എന്തിനാണ്? ആഖിറത്തിനു വേണ്ടി അവർ അള്ളാഹുവിനെ ഭയപ്പെടും, ഇഷ്ടപ്പെടും, സ്നേഹിക്കും, പ്രണയിക്കും. എന്തിനു വേണ്ടിയാണ്? ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അള്ളാഹുവേ, എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹുവേ, എനിക്ക് സ്വർഗം കിട്ടണ്ടേ. എന്തിനാണ്? നേരം പുലരുന്ന സമയത്ത് മാമരം കോച്ചുന്ന തണുപ്പത്ത്, ഈ മുടിക്കൽ പള്ളിയിൽ വന്ന് മാമരം കോച്ചുന്ന തണുപ്പത്ത് ഐസ് വെള്ളമെടുത്ത് ഈ സുബഹി നിസ്കാരത്തിന് വേണ്ടി വരുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ട ഉപ്പ, 90 വയസ്സെത്തിയിട്ടും ഒരു ദിവസം പോലെ സുബഹി മുടങ്ങാതെ ഈ പള്ളിയിൽ വന്ന് സുബഹി നിസ്കരിക്കുന്നത് എന്തിനാണ്? ഉസ്താദ്, എനിക്ക് എന്റെ റബ്ബിന്റെ സ്വർഗം വാങ്ങണ്ടേ, അള്ളാന്റെ സ്വർഗം എനിക്ക് കിട്ടണ്ടേ.
എന്നാ ഒരു ബീഡി വലിക്കുവോ? എന്നെ കൊണ്ട് പറ്റൂല. എന്താ കാര്യം? അള്ളാന്റെ നരകത്തിൽ പോയാലോ എനിക്കൊണ്ട് പറ്റൂല, എനിക്കത് വേണ്ട. അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ നിഷിദ്ധമാക്കിയ ഏതെങ്കിലും ഒരു സാധനം അവരുടെ മുമ്പിൽ വെച്ച് കൊടുത്താൽ അവർ പറയും എനിക്കിത് വേണ്ട. എന്തുകൊണ്ട്? റബ്ബിന്റെ നരകത്തെ എനിക്ക് പേടിയാണ്. അപ്പോൾ ആഖിറത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നിസ്കരിക്കുന്ന എന്തിനാണ് മുടിക്കലുകാരാ? എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിസ്കാരവും നോമ്പും ഒക്കെ നിർവഹിക്കുന്ന എന്തിനാണ്? സ്വർഗം വാങ്ങാനാണോ? നരകത്തിന് രക്ഷപ്പെടാനാണോ? എന്തിനാണ് ചെറുപ്പക്കാരാ ഓണാഘോഷത്തിന്റെ ഈ വേളയിൽ പോലും ഒരു തുള്ളി കള്ള് ഞാൻ കുടിക്കൂലാകുന്ന പ്രതിജ്ഞയെടുത്തത്? അള്ളാഹുവിന്റെ നരകത്തെ ഞാൻ പേടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു, ആരും സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് അമല് ചെയ്യണ്ട, ആരും നരകത്തെ പേടിച്ചുകൊണ്ട് ശിക്ഷത്തിൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണ്ട. പിന്നെ ഇതൊക്കെ ചെയ്യേണ്ടത് എന്തിനു വേണ്ടി കിട്ടാൻ? റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹ വലത്തെ കയ്യിൽ പച്ചവെള്ളം ഇടത്തെ കയ്യിൽ തീക്കട്ടയായിട്ട് ഓടുക. എന്തൊക്കെയാ? വലത്തെ കയ്യിൽ പച്ചവെള്ളം, ഇടത്തെ കയ്യിൽ തീക്കട്ട. ഇത് രണ്ടും കൊണ്ട് ഇങ്ങനെ ഓടി എരച്ചു വരുന്ന റാബിയത്തുൽ അദബിയയെ കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ? ഈ വലത്തെ കയ്യിരിക്കുന്ന പച്ചവെള്ളം അള്ളാഹുവിന്റെ നരകത്തിലേക്ക് അങ്ങ് ഒഴിക്കണം, അതിനെ കെടുത്തിക്കളയണം. എൻ്റെ കയ്യിരിക്കുന്ന തീക്കട്ട സ്വർഗത്തിൽ വലിച്ചെറിയണം, അതിനെ കരിച്ചു കളയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ആളുകൾ ചോദിച്ചു, വട്ടുവല്ലതും ഉണ്ടോ? ഭ്രാന്തുണ്ടോ? അള്ളാന്റെ സ്വർഗം കരിക്കാൻ നിന്റെ ഈ തീ കൊണ്ട് കഴിയോ? അള്ളാഹുവിന്റെ നരകത്തെ കെടുത്താൻ നിന്റെ ഈ വെള്ളത്തിനെ കൊണ്ട് കഴിയോ? ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കത് ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എനിക്കത് ചെയ്തേ പറ്റൂ. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവിടെ കുറെ ആളുകളെ നിസ്കരിക്കുന്നത് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി കേട്ടാണ്, ഇവിടെ നോമ്പ് പിടിക്കുന്നത് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി കേട്ടാണ്, ഇവിടെ കള്ള് കുടിക്കാതിരിക്കുന്നത്, പെണ്ണ് പിടിക്കാതിരിക്കുന്നത്, പലിശ വാങ്ങാതിരിക്കുന്നത് അള്ളാന്റെ നരകത്തിൽ നിന്ന് പേടിച്ചുകൊണ്ടാണ്. ഇതൊന്നും ഒരു ആഗ്രഹമല്ല, ഇതൊന്നും മനുഷ്യൻ ആഗ്രഹിക്കേണ്ട കാര്യമല്ല. പിന്നെ എങ്ങനെയാണ് ഇബാദത്ത് എടുക്കേണ്ടത്? റാബിയാണ് ചോദിച്ചപ്പോ റാബിയത്തുൽ അദബിയ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം ചെയ്യേണ്ടത്. എന്റെ റബ്ബിന് തൃപ്തി ഞാൻ നരകത്തിൽ പോകലാണ്, അള്ളാഹുവിന് ഇഷ്ടം എന്നെ നരകത്തിൽ വിടലാണ്. ഞാൻ നരകത്തിൽ പോയാലേ റബ്ബിന് സ്നേഹം ഉണ്ടാവുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ, അള്ളാഹുവേ ഞാനിതാ റെഡിയാണ്, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയണം തമ്പുരാനെ. എനിക്ക് അങ്ങനെയെങ്കിലും നിന്റെ സ്നേഹമൊന്ന് കിട്ടുമല്ലോ. എനിക്ക് സ്വർഗം വേണമെന്നില്ല, നിനക്കിഷ്ടം ഞാൻ നരകത്തിൽ പോകലാണെങ്കിൽ ഞാൻ റെഡിയാണ് റബ്ബേ, നരകത്തിൽ വലിച്ചെറിഞ്ഞോ, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് നിന്റെ സ്നേഹം മതി. അത്രയും വലിയ മനസ്സ് നമുക്കുണ്ടോ? അത്രയും വലിയ മനസ്സ് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെ നിസ്കരിക്കും സ്വർഗം കിട്ടാൻ, നോമ്പ് കുടിക്കും സ്വർഗം കിട്ടാൻ, കള്ളു കുടിക്കൂല നരകം പേടിച്ചിട്ട്. അതൊന്നും വേണ്ട. സ്വർഗവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടലും ഒക്കെ അള്ളാഹു തരുന്ന ചെറിയൊരു ഗിഫ്റ്റാ. ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തില് 4 നദി, ഈ 2 ഭാര്യമാര്, തസ്നീമ്, സൽസബീല്, തേനാറ്, കള്ളാറ്, പാലാറ്, ഇതൊക്കെ നമുക്കല്ല തന്ന അതിൽ ആറാടി രസിച്ച് സന്തോഷിച്ച് സല്ലപിച്ച് ആനന്ദ തുന്തിലരായി നമ്മൾ ഓരോരുത്തരും ഓടി നടക്കുന്ന സമയത്ത് അല്ല ചോദിക്കുന്നു, ഇനി വല്ലതും വേണോ? ഇനി എന്താ പടച്ചോനെ കിട്ടാൻ? എല്ലാം ആയില്ലേ റബ്ബേ, എന്താ കുറവ്? ഒന്നുമില്ല. അല്ല പറയും, അല്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണോ? നിങ്ങൾക്കൊരു സമ്മാനം തരാനുണ്ട് റബ്ബേ, ഇനിയുണ്ടോ? അതെന്താണ്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹു ഒരു മറയങ്ങ് ഉയർത്തും. ആ സമയത്ത് അവന്റെ മുമ്പിൽ അള്ളാഹു നിൽക്കും. അള്ളാഹുവിന്റെ ലിഖാ അതല്ലേ ഏറ്റവും വലുത്? അപ്പൊ അവന്റെ സ്നേഹമാ നമുക്ക് വലുത്, അവന്റെ തിരുദർശനമാ നമുക്ക് വലുത്, സ്വർഗമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മധ്യവർത്തികൾ, മുഖത്തസദീങ്ങൾ, അവര് ജീവിതത്തിൽ ഈ പറയുന്ന അടയാളങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നു, ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു, ഇവര് നാളെ സ്വർഗത്തിൽ പോകും. എങ്ങനെയെന്നറിയോ? യുഹാസബൂന ഹിസാബൻ യസീറാ. ഈ രണ്ടാമത്തെ വിഭാഗത്തെ അല്ലാഹു എങ്ങനെയാ സ്വർഗത്തിൽ വിടുന്നത്? യുഹാസബൂന ഹിസാബൻ യസീറാ. ഒരു ചെറിയ വിചാരണയിലൂടെ അവരെ സ്വർഗത്തിലേക്ക് അല്ല വിടുകയാണ്. ഒരു 2 റക്അത്ത് നിസ്കാരത്തിന്റെ ദൈർഘ്യം മാത്രമേ അല്ല എടുക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഹിസാബൻ യസീറിനെ പറ്റി ആയിഷ ബീവി നബിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ആയിഷ, ഇന്നമാ ദാലികൽ അറളു യാ ആയിഷ. ആയിഷ, ചെറിയ വിചാരണ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചില ചോദ്യങ്ങൾ ചോദിക്കും, അത്രേ ഉള്ളൂ. ഫമൻ നൂഖിശ യുഹ്ലകു യാ ആയിഷ.
ഇനി അതല്ല, ചികഞ്ഞന്വേഷണം അല്ലാഹു നടത്തിയാൽ രക്ഷപ്പെടൂല. അല്ലാഹു ചൂഴ്ന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് റബ്ബ് അങ്ങനെ എങ്ങാനും നമ്മോട് പെരുമാറിയ യുഹ്ലകു ആയിഷ. ചെറിയ വിചാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്നു, അതൊക്കെ റെഡിയാണല്ലോ, റെഡിയാണ്, ധർമ്മം ചെയ്തല്ലോ, ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ശരി പൊക്കോ എന്ന് പറയും. ഇതിലെങ്കിലും നമ്മളെ പെടുത്തട്ടെ, ഇതിലെങ്കിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഭാഗത്തിലെങ്കിലും നമുക്ക് ചെന്ന് ചേരാൻ കഴിയണം. അതിനാകണം നമ്മുടെ മതവിജ്ഞാന വേദികൾ, അതിനാകണം നമ്മുടെ ദാനധർമ്മങ്ങൾ, അതിനാകണം നമ്മുടെ സൽക്കർമ്മങ്ങൾ, അതിനാകണം നമ്മുടെ സുഹൃതങ്ങൾ, അതിനാകണം നമ്മുടെ പരസ്പര ബന്ധങ്ങൾ. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. ഇനി മൂന്നാമത്തെ വിഭാഗം ചുരുക്കി പറയാൻ, മൂന്നാമത്തെ വിഭാഗം ഒരുപാട് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്കൂൾ മദ്രസ വെക്കേഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ പുതുക്കാൻ ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നതുകൊണ്ട് തന്നെ ബന്ധങ്ങളൊക്കെ ഇപ്പൊ അങ്ങനാണ്. വാട്സപ്പിൽ കാണാത്തവനോട് പറയും നീ നമ്മളെ മറന്നല്ലേടേ എന്ന് ചോദിക്കും. പണ്ടങ്ങനല്ല, വന്ന് കാണാത്തവനോട് പറയും നീ നമ്മളെയൊക്കെ മറന്നല്ലേ. പിന്നെ കാലങ്ങൾ മാറി, കത്തെഴുതാത്തവനോട് ചോദിക്കും നീ നമ്മളെയൊക്കെ മറന്നോ. കാലം പോയി, മൊബൈലിലൊന്ന് വിളിക്കാത്തവനോട് ചോദിക്കും നീ നമ്മളെ മറന്നോ. ഇപ്പൊ അതും പോയി, വാട്സപ്പിൽ വന്നില്ലെങ്കിൽ ചോദിക്കും നീ നമ്മളെയൊക്കെ മറന്നല്ലോ എന്ന് പറയുന്ന കാലമാണ്. പക്ഷേ ഈ വാട്സപ്പിന്റെ അതിപ്രസരത്തിനിടയിലും കുടുംബാദികളെ കാണാനും ബന്ധുത്വം പുതുക്കാനും സൗഹൃദം പുതുക്കാനും ഒക്കെ പലരും തിരഞ്ഞെടുക്കുന്ന ടൈം ഈ ടൈമാണ്. കാരണം ഓണത്തിന്റെ അവധി, അതുപോലെ തന്നെ പെരുന്നാളിന്റെ അവധി, പിന്നെ ഈ അവധികളൊക്കെ കിട്ടിയപ്പോൾ മക്കളുമായിട്ടൊക്കെ പലരും യാത്രകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ആള് സാധാരണ ക്ലാസ്സിൽ ഉള്ളതിനേക്കാളും കുറവാണ്. അപ്പൊ കാരണം അവർ പല നാടുകളിലേക്കാണ് ബന്ധുക്കളെ കാണാനും ഒക്കെ പോയതാണ്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, അൽഹംദുലില്ലാ. ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില സംരംഭങ്ങൾ അത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ഈ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ഈ ദാനധർമ്മങ്ങളൊക്കെ നാളെ നമുക്ക് വലിയ ഒരു പ്രതിഫലത്തിന്റെ അനുസ്യൂത പ്രവാഹം നമ്മുടെ ഖബറിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അല്ലാഹുവേ ഞാൻ ഇത്രയല്ല, എൻ്റെ സമ്പാദ്യം മുഴുവനും ഞാൻ പള്ളിക്കും ഇതുപോലെ സ്ഥാപനങ്ങൾക്കും കൊടുത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് നാളെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വിജയത്തിന് വേണ്ടിയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓണത്തിന് ഊഞ്ഞാലാടാനും വടം വലിക്കും, അതുപോലെ തന്നെ കസേര കളിക്കും, തൊട്ടിലാട്ടത്തിനും ഒക്കെ പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ വടം വലിക്കുന്നത്, കെട്ടിച്ച പെണ്ണുങ്ങൾ, കെട്ടിക്കാത്ത പെണ്ണുങ്ങൾ, മുസ്ലിം പെണ്ണുങ്ങൾ, അമുസ്ലിം പെണ്ണുങ്ങൾ, പർദ്ദയിട്ടവർ, ചുരിദാർ ഇട്ടവർ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഭർത്താക്കന്മാർ, ഭാര്യമാർ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വടം വലിക്കുന്ന സമയമാണിപ്പോ. അപ്പൊ അതിനൊക്കെ വഴിയിലും കടയിലും കമ്പോളത്തിലൊക്കെ വന്നാൽ 10 രൂപ കൊടുത്താലൊന്നും ചെറുപ്പക്കാർ പോകൂല. അവർക്ക് 100 രൂപയോ 500 രൂപയൊക്കെ കൊടുത്താലേ പോകൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നിലനിൽപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. പക്ഷെ ഇസ്ലാമിന്റെ ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട സംരംഭങ്ങൾക്കും സദസ്സുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് 10 രൂപയോ അല്ലെങ്കിൽ ചില്ലറയോ എന്തെങ്കിലുമൊക്കെയാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം ഒന്ന് നന്നാകട്ടെ, ഒന്ന് മെച്ചപ്പെടട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. മൂന്നാമത്തെ വിഭാഗം അള്ളാഹു പറഞ്ഞു ആരാണ്? അവര് സാബിഖും ബിൽ ഖൈറാത്ത്, അവര് നന്മയിൽ മുൻകടന്നവരാണ്, അവര് നന്മയിൽ മുന്നേറിയവരാണ്, അവര് സഹോദരങ്ങളെ നന്മയിൽ മുൻകടന്നവരാണ്. ഇവരെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളൂ അൻ. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, തിരിച്ചും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. മാടവന ഉസ്താദിനോട് നമ്മൾ സ്നേഹം കാണിച്ചത് എപ്പോഴാണ്? മരണപ്പെട്ടതിന് ശേഷം അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കും, പക്ഷേ ഒരാളുടെ മഹത്വം കൂടുതൽ മനസ്സിലാകുന്ന മരണശേഷമാണ്. ചിലരൊക്കെ നാട്ടില് അറിയപ്പെടാത്ത ആളുകളായിരിക്കും, ചെറിയ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ഉണ്ട്, അദ്ദേഹം പാവമാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒഴിവാക്കി വിടുന്ന ആളുകളാ. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ ആളുകൾ ഓടിക്കൂഴുമ്പോഴാണ് ചിന്തിക്കുന്നത്, പടച്ചവനെ ഇത്രയും വലിയ ആളായിരുന്നു, നമുക്കറിയില്ലല്ലോ. നമ്മൾ നോക്കുമ്പോൾ കടയിൽ വന്നിരിക്കുന്നു, ചായ കുടിക്കുന്നു, അവർ വീട്ടിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നു. പക്ഷെ അവർക്ക് ആ നാട്ടിലില്ലാത്ത മഹത്വം വേറെ ഉണ്ടാവും അല്ലേ? സഹാബാക്കൾ ജീവിച്ചിരിക്കുമ്പോഴാണ് അള്ളാഹു പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളൂ അൻ. ആലോചിച്ചു, നമ്മളിപ്പോ ഒരാളെ ജീവിച്ചിരിക്കുമ്പോൾ പുകഴ്ത്താൻ പറ്റുമോ? അവൻ കാലുമാറിക്കളയും, അവൻ കാലുമാറും. നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളാണ്. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളാണ്. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് എല്ലാവരും നല്ല വേഷവിധാനമാണ്, നല്ല ദീനിനോട് ഹബ്ബുള്ളവരാണെന്നൊക്കെ പ്രസംഗിച്ചു. ഒരു 17-ാം രാവിലെ, പിറ്റന്ന് വെള്ളിയാഴ്ച രാവുമാണെന്ന്,
പെട്ടെന്ന് ജുമയ്ക്ക് വരുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇന്നലത്തെ 17 രാവിന്റെ പ്രസംഗമൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ നാട്ടിലുള്ള എല്ലാവരും നല്ലവരാണെന്ന്. ഇന്ന് സുബഹിക്ക് ഒരു സഹോദരി വിളിച്ചോടിയിരിക്കുന്നു. ബറക്കത്തിന് വേണ്ടി 17 രാവും വെള്ളിയാഴ്ച രാവും റമളാന് ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ബമ്പർ സമ്മാനത്തിന്റെ ദിവസത്തിന്റെ അന്ന്, അതും മുസ്ലിമിനോടൊപ്പം അല്ല. അതാ സങ്കടം, മുസ്ലിമിനോടൊപ്പമല്ല. അന്തി ചർച്ചകളിൽ നിന്ന് വരുന്ന, അന്തി ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നതായ ഏതൊക്കെയോ അജണ്ടകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സഹോദരിമാരെ വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ കറങ്ങി നടക്കുമ്പോൾ അതിന്റെ മുന്നിലേക്ക് കഴുപ്പ് നീട്ടിവെച്ചു കൊടുക്കുന്ന മുസ്ലിം പദ്ധതികളായ എന്റെ പാവപ്പെട്ട, എന്റെ ബലഹീനരായ സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആപത്തുകളിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ സ്ഥലങ്ങളിലാണ് നമ്മൾ കാണുന്നത്, എന്നിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അത് ഒരു പത്രത്തിലും ലവ് ജിഹാദ് ആകുന്നില്ല, അതൊരു പത്രത്തിലും വാർത്തയാകുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഏതായിരുന്നാലും ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെ പുകഴ്ത്തിയാൽ, അയാളെ നല്ലതുപോലെ പുകഴ്ത്തിയാൽ ചിലപ്പോൾ അയാൾ കാലുമാറിക്കളഞ്ഞ പ്രശ്നമാവും അല്ലേ? അതാണ് പറഞ്ഞത്, ഹബീബ് ഹബീബക ഹൗനമ്മാ സായകൂന ബഗീലക യൗമമ്മാ അബഗലു ബഗീലക ഹൗനമ്മാ സായകൂന ഹബീബക യൗമമ്മാ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ എന്താ പറഞ്ഞത്? അഹ്ബിബ് ഹബീബക ഹൗനമ്മാ സായകൂന ബഗീലക യൗമമ്മാ. നീ നിന്റെ കൂട്ടുകാരനെ കൂടുതൽ അങ്ങ് ഇഷ്ടപ്പെടുകയൊന്നും വേണ്ട, കാരണം നാളെ അവൻ നിനക്ക് പാരയായേക്കാം. ഹദീസാണ്. നിന്റെ ശത്രുവിനെ നീ കൂടുതൽ അങ്ങ് വിഷമിപ്പിക്കുകയൊന്നും വേണ്ട, നാളെ അവൻ നിന്റെ മിത്രമായേക്കാം. അവൻ ജനങ്ങളെ വിശ്വസിക്കാൻ പറ്റൂല, കാലുമാറിക്കളയും. ഒരാളെ പറ്റി നല്ല ആളാണ്, ഇന്ന ആള് നല്ലതാണെന്ന് പറഞ്ഞാൽ നാളെ അവൻ പെണ്ണ് പിടിക്കാൻ പോയാൽ നമ്മളും കൂടെ അതിൽ അങ്ങാവും. അവൻ നല്ലവനാണ്, അവൻ ഇന്ന് വരെ ഹറാമല്ലാത്തൊന്നും തിന്നിട്ടില്ല, അവന് ഹലാലേ തിന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിറ്റെന്നവന് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ജനമറിഞ്ഞാൽ നമ്മളും മാറും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളെ പുകഴ്ത്തി പറയാൻ നമുക്ക് കഴിയാതെ വന്നുപോയാൽ, മരണശേഷമാണ് നമ്മൾ മറ്റുള്ളവരുടെ മഹത്വം വാനോളം പുകഴ്ത്തുന്നതെങ്കിൽ, പച്ചയായ മനുഷ്യരായി ജീവിച്ചിരിക്കുമ്പോഴാണ് സഹാബത്തിനെ പറ്റി അല്ലാഹു പറഞ്ഞത്, റളിയല്ലാഹു അൻഹും. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു. ഇത്രയും സർട്ടിഫിക്കറ്റ് അല്ല കൊടുത്തില്ലേ? അപ്പൊ ആ വിഭാഗത്തിന്റെ അടയാളം നമ്മൾ കേൾക്കാതെ പോയാൽ നമ്മുടെ ജീവിതത്തിലെ നഷ്ടമല്ലേ? നമുക്കതിൽ ഉൾപ്പെടണ്ടേ? അതിനടയാളങ്ങൾ ഒരു ഫർളും അവർ ഉപേക്ഷിക്കില്ല, അവരൊരു സുന്നത്തും ഉപേക്ഷിക്കില്ല. അവര് ഫർളുകളായ ഫർളുകൾ മുഴുവൻ ചെയ്യുന്നവരാണ്. സുന്നത്തുകൾ ഒന്നുപോലും ഉപേക്ഷിക്കാതെ എല്ലാ ജീവിതത്തിൽ മുഴുവനും സ്വായത്തമാക്കുന്നവരാണ്. അവര് ജീവിതത്തിൽ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരാണ്, ഫർളുകൾ മുറുകെ പിടിക്കുന്നവരാണ്. പള്ളികളെ നിസ്കരിക്കാൻ വന്നാൽ, അവര് ളുഹർ നിസ്കാരത്തിന് വന്നാൽ, അതിനു മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ച ശേഷം, ഫർളായ 4 നിസ്കരിച്ച ശേഷം റവാത്തിബ് 4 നിസ്കരിച്ച് അവര് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഹോദരങ്ങളെ, ഇടതുകാല് വെച്ചിറങ്ങിയിട്ട് അവര് നേരെ കയറുന്നു വാഹനത്തിൽ, വലതുകാല് വെച്ച്. എന്നിട്ട് അവര് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇങ്ങനെ ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ, ഒരു ഫർള് പോലും ഒഴിവാക്കാതെ എല്ലാം പഠിച്ച് ആ പാഠമെല്ലാം ജീവിതത്തിൽ അർത്ഥവത്താക്കിയിട്ട് നടക്കുന്നവരാണ്. അവർ ഔലിയാക്കളാണ്, അല്ലാഹുവിന്റെ ആരിഫീങ്ങളാണ്. അവർ അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാരഥന്മാരാണ്. നാളെ ഉറൂസ് നടക്കുന്ന മാടവന ഉസ്താദിനെ പോലെ സഹോദരങ്ങളെ, നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാരെ പോലെ എത്രയെത്ര ആരിഫീങ്ങളെ പറ്റിയാ നമുക്ക് പറയാനുള്ളത്. തഴവ ഉസ്താദിനെ അറിയാത്തവരുണ്ടോ സഹോദരങ്ങളെ? തഴവ ഉസ്താദൊക്കെ വയല് പറഞ്ഞ വേദിയിലാണ് എന്നെ പോലുള്ള ബലഹീനരായ, ദീനില്ലാത്ത, ഇൽമില്ലാത്ത, അമലില്ലാത്ത, അതവില്ലാത്തവർ ഇന്ന് പ്രസംഗിക്കുന്നതെങ്കിൽ, തഴവ ഉസ്താദ് വെള്ളം ദാഹിച്ചാൽ വെള്ളം കുടിക്കണമെങ്കിൽ ഒരു ബിസ്ക്കറ്റോ പഴമോ മുട്ടായിയോ തിന്നാതെ വെള്ളം കുടിക്കൂല. ചോദിച്ചു തഴവ ഉസ്താദിനോട്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അല്ലാഹു പറഞ്ഞത്, കുലൂ വശ്റബൂ, തിന്നണേ കുടിക്കണേ എന്നല്ലേ? അതുകൊണ്ട് ഞാൻ കുടിക്കണമെങ്കിൽ തിന്നാതെ കുടിക്കൂല. 0
0% പോലും വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ആവാഹിച്ചു പോയ മഹാരഥന്മാർ സാബിഖീങ്ങളാ. അദ്ദേഹത്തിന് വഴല് വിളിക്കാൻ വരുമ്പോ അദ്ദേഹം ചോദിക്കും, എത്ര ദിവസമാണ് വഴല്? 5 ദിവസമാണ് വഴല്. 5 ദിവസത്തെ 3 കൊണ്ട് ഗുണിക്കുകയാണ് സഹോദരങ്ങളെ, 15. ആ 5 ഗുണം 25, 5 ഗുണം 3, അങ്ങനെ 15 സമയം അദ്ദേഹം ഭക്ഷണം കഴിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് വീടിന്റെ കോലായിൽ നിൽക്കുന്ന ആ തെങ്ങിൽ നിന്ന് ഓല പിടിച്ച് ചായ്ച്ചിട്ട് ഈർക്കിലൊടിക്കുകയാണ്. ഇന്നത്തെ പോലെ ടൂത്ത് പിക്കുകളില്ലാത്ത കാലമാണ്. ആ ഓലയിൽ നിന്ന് 15 ഈർക്കിലൊടിച്ചിട്ട് കറുത്ത ബാഗിനകത്ത് തിരികെ വെച്ചിട്ട് വഴുതിന് പറയാൻ വരുന്നു. പള്ളിപ്പറമ്പിൽ നിന്ന് ഓലയുടെ ഈർക്കിലെടുത്തിട്ട് പല്ല് കുത്തുന്നവന്റെ മോണകില് ക്യാൻസർ വരുമെന്ന് പേടിച്ചുകൊണ്ട് സഹോദരങ്ങളെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാരഥന്മാര് അവര് സാബിഖീങ്ങളല്ലേ? അല്ലാഹു തൃപ്തിപ്പെട്ടവരല്ലേ? എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കൂടാ? സഹോദരങ്ങളെ, നമുക്ക് എന്തുകൊണ്ട് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിഷ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പോലെ ആയിക്കൂടാ? നമുക്ക് എന്തുകൊണ്ട് ഇബ്രാഹിം അൽ ബാരിസൽ ഏർബടിയെ പോലെ ആയിക്കൂടാ? എന്തുകൊണ്ട് സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമുക്ക് മഹാരഥന്മാരുടെ പാഠം പിൻപറ്റിക്കൂടാ? എന്തുകൊണ്ട് നമുക്ക് സൂഫിയാക്കളുടെ പാതയിൽ സഞ്ചരിച്ചുകൂടാ? അതിന് എന്താണ് ചെയ്യേണ്ടത്? ആദരണീയനായ തമിഴ്നാട്ടില് വളരെ സുപരിതനായ കേരളത്തിന്റെ മണ്ണിൽ ഒരുപാട് പേര് ആദരിക്കുന്ന ജാമിയ മന്നാനിയ യൂണിവേഴ്സിറ്റിയുടെ മുഹൂർത്തമായ ആറ്റാശ്ശേരി എന്ന പാലക്കാട് ജില്ലക്കാരനായ അങ്ങ് തമിഴ്നാട്ടിൽ അതിരാം പട്ടണത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണക്കാരനായ അവിടുത്തെ ജീവിതത്തിന്റെ ആത്മീയ നവോത്ഥാന നവീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനനായ KT മമ്മിക്കുട്ടി ഹസ്രത്ത് എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന വലിയില്ലേ, സൂഫിയായ മനുഷ്യരില്ലേ സഹോദരങ്ങളെ, ഉസ്താദവറുകള്, ആ മഹാനവറുകള് ജാമിയ മന്നാനിയില് പ്രസംഗിക്കുമ്പോ പറഞ്ഞ ഒരു പ്രഭാഷണത്തിന്റെ ശകലം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു ശൈഖിന്റെ മുരീദാകണമെങ്കിൽ ഇന്ന് ശൈഖാകണമെങ്കിൽ ഒന്നുകിൽ മുറുക്കാൻ തുപ്പിയിട്ട് സിഗരറ്റും വലിച്ച് പച്ചക്കുപ്പായം മതി. അങ്ങനാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ഞാൻ ആക്ഷേപിക്കുന്നതല്ല, വിമർശിക്കുന്നതാണ്. അല്ലെങ്കിലോ അത്യന്താധുനിക സജ്ജീകരണങ്ങളോടുകൂടി ആർഭാടത്തോടുകൂടി ജീവിച്ചാ മതി. അവരുടെയും കൂടെ ആളുകൾ ഉണ്ടാകും. പക്ഷേ സഹോദരങ്ങളെ, അള്ളാന്റെ വലിയാകണമെങ്കിലല്ല, ആ വലിയിന്റെ മുരീദാകണമെങ്കിൽ ഒരു വ്യാഴവട്ടക്കാലം 12 വർഷം, അതാണ് വ്യാഴവട്ടം. ആ 12 വർഷം ഖറാഅത്ത് പോലും ചെയ്യാൻ പാടില്ല. കഴിയോ? ഒരു ശൈഖിന്റെ മുരീദാകണമെങ്കിലേ 12 വർഷം ചെറിയ പാവങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടണം. നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. നമുക്ക് പറ്റണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അവരാണ് സാബിഖീങ്ങള്. അവര് നിർബന്ധമായൊരു ഒഴിവാക്കൂല, സുന്നത്തായൊരു ഒഴിവാക്കൂല. കിട്ടുന്നതൊക്കെ അവർ വാരിക്കൂട്ടും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജാമിയ മന്നാനിയിലെ എന്റെയും ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഒക്കെ പ്രഗത്ഭനായ ഉസ്താദ്, ആദരണീയനായ കുളപ്പുറം ശൈഖുന ബീരാൻകുട്ടി ഉസ്താദ്, നമ്മളൊക്കെ കുളപ്പുറം ഉസ്താദ് എന്ന് വിളിക്കുന്നു. ഒരിങ്ങനെ ശോഷിച്ച് ഒരു മെലിഞ്ഞുണങ്ങിയ ശരീരത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തോടൊരു പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ദറസൊക്കെ എടുക്കണ്ടേ? അപ്പൊ നല്ല ആരോഗ്യമൊക്കെ വേണ്ടേ? വല്ലതും കഴിക്കണ്ടേ? ആ സമയത്ത് ഉസ്താദ് പറഞ്ഞത്, കുഴിയിലോട്ട് വെക്കാനുള്ളത് അങ്ങനെ ഇരുന്നോട്ടെ, മേപ്പോട്ട് പോകാനുള്ളതിന് നല്ലത് പോഷകാഹാരം കൊടുത്താൽ പോരെ എന്നാണ്. അപ്പൊ നമ്മുടെ ശരീരമൊക്കെ തടിച്ചിങ്ങനെ വീർത്തു വരികയാണ്. ആത്മാവ് ചുരുങ്ങി പോരാ. നമ്മുടെ ശരീരം മെലിഞ്ഞോട്ടെ, കുഴപ്പമില്ല. ആത്മാവ് ഇങ്ങനെ പോഷകാഹാരം കിട്ടി, പ്രോട്ടീൻ ഫുഡ് കിട്ടി, അതിങ്ങനെ ജ്വലിക്കണം, പ്രോജ്വല പ്രഭയാകണം. അതിന് നമുക്ക് കഴിയണം. അതിന് വാജിബുകൾ നിർബന്ധമായതൊക്കെ ചെയ്യുക. സുന്നത്തൊക്കെ പഠിക്കണം. എന്തൊക്കെയാണ് സുന്നത്ത്, എന്തൊക്കെയാണ് നിർബന്ധമായതൊക്കെ പഠിക്കണം. ചേലാകർമ്മം നാടിന്റെ നാനാഭാഗങ്ങളിൽ ചർച്ചപ്പോ അതാണ്. പലർക്കും ഇപ്പോ അതൊരു വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ അതിനൊരു മറുപടി കൊടുത്തു. ഒരുപാട് തന്തയ്ക്ക് വിളി കേട്ടു. എനിക്കതിലൊന്നും പ്രശ്നമല്ല. ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്തേതെന്ന് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം. നിസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സുന്നത്ത്, ഏതൊക്കെയാണ് ഫർദ്, എത്ര പേർക്കറിയാം? ഞാൻ ആക്ഷേപിക്കുന്നതല്ല, അള്ളാഹു സത്യം ആക്ഷേപിക്കുന്നതല്ല. ഒളുവെടുക്കുമ്പോ, നിസ്സാരമായി ഒളുവെടുക്കുമ്പോ ഏതൊക്കെയാണ് സുന്നത്ത്, ഏതൊക്കെയാണ് നിർബന്ധം, എത്ര പേർക്കറിയാം? അമേരിക്ക എത്ര ആറ്റം ബോംബിട്ടു അറിയാം. ഫലസ്തീൻ എത്ര പേര് മരിച്ചു അതറിയാം. അപ്പൊ നമുക്ക് നിർബന്ധമായൊന്നും അറിയില്ല.
അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് തരട്ടെ. സുന്നത്തും ഫർളുകൾ നമ്മൾ നിർബന്ധമായും നമ്മൾ അതിനെ സ്വായത്തമാക്കിയെടുക്കുക. രണ്ടാമത്തെ അടയാളം അത്താരിഖുലിൽ മുഹറമാതി വൽ മക്റൂഹാതി വബഅദിൽ മുബാഹാത്ത്. അവരെ ഹറാം ഒഴിവാക്കുന്നവരാണ്, കറാഹത്ത് ഒഴിവാക്കുന്നവരാണ്, ചില അനുവദിക്കപ്പെട്ടതും വേണ്ടെന്ന് വെക്കുന്നവരാണ്. നല്ലൊരു വീട് വേണ്ടേ, അത് മനുഷ്യന്റെ ആഗ്രഹമല്ലേ, ശരിയാണ്, പക്ഷെ എനിക്ക് വേണ്ട. നല്ലൊരു വാഹനം വേണ്ടേ, അത് അനിസ്ലാമികമാണോ? നല്ലൊരു വണ്ടി എടുക്കുന്നത് തെറ്റാണോ? അല്ല, പക്ഷെ എനിക്കത് വേണ്ട. നല്ല ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണോ? അത് റസൂലുള്ള വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയില്ലേ? അന്ന് ആഹാരം ഇല്ലാത്തതുകൊണ്ടാണ്, മുമ്പിൽ ആഹാരം ഇരിക്കുമ്പോ കല്ല് വെച്ച് കെട്ടിയതല്ല. ചിലർ പറയുന്നത് എന്താണ്, ഉസ്താദന്മാരൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് ടിപ് ടോപ്പായിട്ട് വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു 70 കണ്ടം വെച്ച ജുബ്ബായിട്ടത്, അതും നയപ്രഖ്യാപന പ്രസംഗത്തിന് മദീനത്ത് 70 കണ്ടം വെച്ച ജുബ്ബയിട്ടു ഉമർ റളിയല്ലാഹു അൻഹു. ഇപ്പോഴത്തെ മുസ്ലിയാക്കന്മാരൊക്കെ സുഖലോലുപരായി കഴിയാണ്. എടോ മനസ്സിലാക്കിക്കോ, 70 കണ്ടമിട്ട ജുബ്ബയിട്ടത് ബാക്കിയൊക്കെ 140 കണ്ടമുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ജുബ്ബകളിലും കമീസുകളിലും 70 കണ്ടമുള്ള ഏറ്റവും കണ്ടം വെച്ചത് കുറവുള്ളത് ആ കമീസാണ്. അതിട്ടുകൊണ്ടാ മിമ്പറിൽ കയറിയത്. പട്ടിണി കിടക്കാനല്ല പറഞ്ഞത്, ഇനി പട്ടിണി കിടക്കണം എന്നാഗ്രഹിക്കുന്നവരോ എനിക്കത് വേണ്ട, അള്ളാഹു തന്നു തന്നെ സമ്മതിച്ചു, എനിക്കത് വേണ്ട എന്ന് പറയുന്നവർ. മൂന്നാമത്തെ അടയാളം, അവരുടെ നന്മ തിന്മകൾ അളന്നു നോക്കുമ്പോൾ തിന്മകളെക്കാൾ നന്മ മുമ്പന്തിയിലാണ്, തിന്മകളെക്കാൾ നന്മ മുമ്പന്തിയിലാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, നാലാമത്തെ അടയാളം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ മൂന്നാമത്തെ വിഭാഗത്തിന്റെ നാലാമത്തെ അടയാളമാണ് അസ്ഖത്ത മുറാദഹു ബി മുറാദില്ലാ. അവരുടെ ലക്ഷ്യം മുഴുവനും അല്ലാഹുവാ. അള്ളാഹുവിന്റെ ലക്ഷ്യത്തിന്റെ മുമ്പിൽ അവരുടെ ലക്ഷ്യം ഒരു ലക്ഷ്യമല്ലാതെയാകുന്നു. അവർക്ക് ഒന്നും വേണ്ട, എന്റെ ലക്ഷ്യം അല്ലാഹുവാണ്, എന്റെ റബ്ബിനെന്നെ എന്നെ പീഡിപ്പിക്കണോ, ഞാൻ റെഡിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് തെളിവാണ്. ഇന്ന് അസർ വരെ നമ്മൾ ഓർത്തില്ലേ, ഇനിയും നമ്മൾ ഓർക്കൂലേ, എന്നും നമ്മൾ ഓർക്കൂലേ. ഇബ്രാഹിം നബി അള്ളാഹ്ക്ക് വേണ്ടി ഒരു മോനെ കൊടുത്തു. റബ്ബേ നിനക്ക് വേണോ, അതാ എടുത്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ലക്ഷ്യത്തിന്റെ മുമ്പിൽ, അവന്റെ ആഗ്രഹങ്ങളുടെ മുമ്പിൽ സ്വന്തം ആഗ്രഹങ്ങളെ ബലി കൊടുക്കാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഭാഗത്തിന് അള്ളാഹുവിന്റെ പരലോകത്ത് വരുന്ന അവസ്ഥ എന്താണെന്നറിയോ? അള്ളാഹു നമ്മളെ ഇതിൽ ഉൾപ്പെടുത്തട്ടെ. ഇവര് യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണ ഒന്നുമില്ല. ഇവര് നാളെ സ്വർഗത്തെ, നാളെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് വരുമ്പോ അവിടെ നിന്ന് ഒരൊറ്റ പോക്കാണ് റബ്ബേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഒരൊറ്റ പോക്കാ. അവർക്ക് സിറാത്ത് എന്ന പാലം രാജപാടയാണ്. ഇരുമാറിനിടയിൽ പേര് കൊപ്പിവെച്ച ഹൂറാനുകളായ പെണ്ണുങ്ങള് അവരെ മത്സരിച്ച് കൈപിടിച്ച് നേരെ കൊണ്ടുപോകുന്നു. അല്ലാഹുവിന്റെ സുഖലോലഭ സ്വർഗത്തിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാ. അവര് വിയർക്കണ്ട, അവര് നിൽക്കണ്ട, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, പ്രയാസങ്ങളുമില്ല. മഹ്ശറയിൽ യാതൊരു ചോദ്യോത്തരവൊന്നുമില്ല. ഒരൊറ്റ പോക്കാണവര്. അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.